ഹലോ ഡെവലപ്പേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒബ്ജക്ട്സും അതുപോലെ കോംപ്ലക്സ് ഒബ്ജക്റ്റ് ഇതൊക്കെയാണല്ലേ. ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൽ തന്നെ ടെസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, അപ്പോൾ ഒബ്ജക്റ്റ് ഇൻസൈഡ് ഒബ്ജക്റ്റ്, അതാണല്ലോ നമ്മൾ കോംപ്ലക്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജാവാ സ്ക്രിപ്റ്റിലെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ലൂപ്പ് ഫോർ ഇൻ ലൂപ്പ് ആണ്. ഇത് നോർമൽ ഫോർ ലൂപ്പ് അല്ല, ഫോർ ഇൻ ലൂപ്പ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൂടെ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൽ കൂടെ ട്രാവേഴ്സ് ചെയ്തു ഓരോ കീ ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാം. ഈ കീ ത്രൂ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്കത് ഫസ്റ്റ് സിൻടാക്സ് ഒന്ന് നോക്കിയാലോ. ഇതാണ് ഫോറിൻ ലൂപ്പിന്റെ ബേസിക് സിൻടാക്സ്. ആദ്യം ഫോർ കീവേഡ്, ഈ പാരാന്തസിന്റെ ഉള്ളിൽ നമുക്ക് ട്രാവേഴ്സ് ചെയ്യേണ്ട, നമ്മൾ ലൂപ്പ് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇൻ കീവേഡ് യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊരു വേരിയബിൾ നെയിം. ഈ വേരിയബിൾ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒബ്ജക്റ്റിലെ ഓരോ കീയുമായിരിക്കും ആ ലൂപ്പിൽ വരിക. അപ്പോൾ ആദ്യം ഫസ്റ്റ് കീ വരും, അത് കഴിഞ്ഞ് സെക്കൻഡ് ഇറ്ററേഷനിൽ സെക്കൻഡ് കീ വരും. അങ്ങനെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ കീ കൂടെ ലൂപ്പ് ചെയ്ത് ഓരോ കീ ആയിട്ട് റീഡ് ചെയ്തെടുക്കാം. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് ഓരോ ഇറ്ററേഷനിലും നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഓരോ കീ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇവിടെ ഞാൻ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം പേഴ്സന്റെ ഒബ്ജക്റ്റ് ആണ് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ കീ വാല്യൂ പെയേഴ്സ് ഉണ്ടല്ലേ. നെയിം, ഏജ്, ഒക്യുപ്പേഷൻ, ഓരോ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസും ഉണ്ട്. എങ്ങനെയാണ് ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റ് കൂടെ ലൂപ്പ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സിൻടാക്സിൽ നമ്മൾ ഫോറിൻ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. അതാ ഞാൻ പറഞ്ഞല്ലേ, ഫോർ കീവേഡ്, അത് കഴിഞ്ഞ് ഒബ്ജക്ട് നെയിം സ്പെസിഫൈ ചെയ്യുക, ഇന്നെന്ന് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ഈ കീ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഒബ്ജക്റ്റിലെ ഓരോ കീയുമായിരിക്കും ഓരോ ഐട്രേഷനിലും കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ നെയിം വരും, സെക്കൻഡ് ഐട്രേഷനിൽ ഏജ് വരും, തേർഡ് ഐട്രേഷനിൽ കീൻ്റെ വാല്യൂ എന്തായിരിക്കും, ഒക്യുപ്പേഷൻ ആയിരിക്കും. നമുക്ക് ഈ ഒബ്ജക്റ്റ് കൂടെ ലൂപ്പ് ചെയ്ത് കീസിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ ഫോറിൻ ലൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് കീ മാത്രം കിട്ടിയാൽ പോരല്ലോ. ഈ ലൂപ്പിൽ കീ യൂസ് ചെയ്തിട്ട് ഈ ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിലോ. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വാല്യൂസ് നമുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ ഒന്നെങ്കിൽ ഡോട്ട് ഓപ്പറേറ്ററോ സ്ക്വയർ ഓപ്പറേറ്ററോ യൂസ് ചെയ്യാം. എന്നിട്ട് കീന്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി എന്നല്ലേ. അപ്പം ഞാനിവിടെ സ്ക്വയർ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓഫ് കീ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. കൺസോൾ ഡോട്ട് ലോഗിൽ കീയും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. അഗെയിൻ പറയാം, വാല്യൂ ആക്സസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഒബ്ജക്ട് നെയിം ഓഫ് കീ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നെയിം വരും, നെയിമിന്റെ കറസ്പോണ്ടിങ് കീ ജോൺ ആയിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാലോ. JS ഫയലിന്റെ നെയിം കൊടുത്തിട്ട് റൺ ചെയ്യുവാണ്. റൺ ചെയ്യുമ്പം നമുക്ക് ഓരോ കീയും അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂസും പ്രിന്റ് ചെയ്തു. അപ്പം ഈ ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിന്റെ കീസിൽ കൂടെ ട്രാവേഴ്സ് ചെയ്യാം. ഈ കീ യൂസ് ചെയ്തിട്ട് വാല്യൂസ് ആക്സസ് ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ടാസ്ക് തരട്ടെ. ലാസ്റ്റ് വീഡിയോ ഇത് നമ്മളൊരു സിമ്പിൾ ഒബ്ജക്റ്റ് അല്ലേ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കോംപ്ലക്സ് ഒബ്ജക്റ്റ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെയാ വാല്യൂസ് റീഡ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയില്ലേ. അപ്പം ഈ ഫോറിൻ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഒരു കോംപ്ലക്സ് ഒബ്ജക്റ്റ്, അതായത് നെസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കൂടെ ലൂപ്പ് ചെയ്യുന്നതെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.